നിനക്ക് അപ്പനെ കിട്ടിയപ്പോ ഈ വല്യപ്പച്ചനെ വേണ്ട അല്ലേ? വേണം, അതല്ലേ ഞാൻ വന്നത്. ഞാൻ കഴിച്ചോളാം. അത് വല്യപ്പച്ചന്റെ സൂത്രാമച്ചി. മാറിയാലേ ആ ജനലിലൂടെ പുറത്തേക്ക് കളയും. ഓടാൻ കള്ള അപ്പ ഞാൻ തോട്ടത്തിൽ പോയിട്ട് വയ്ക്കോ. താക്കോൽ മറന്നല്ലേ? ആ, നീയും കേറ്, നമുക്ക് തോട്ടത്തിലൊക്കെ ഒന്ന് ചുറ്റിട്ട് വരാം. വാ. അയ്യോ, എനിക്ക് അടുക്കള ജോലി കിടക്കും. നീ ഇങ്ങനെ അടുക്കളക്കാരിയായിട്ട് ഇവിടെ കഴിയുന്ന എനിക്കിഷ്ടമല്ല. വേറെയും ചിലരൊക്കെ ഉണ്ടല്ലോ. കേറ്. എന്തേ പറയുന്നേ? എനിക്ക് പള്ളിയിൽ പോകാൻ നേരമായി. എങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പള്ളിയിൽ പോവാം. ഞാൻ ഉടനെ വരും. മാത്തുക്കുട്ടി വരത്തില്ല, ഞാൻ നടന്നു പോയിക്കൊള്ളാം. എടീ, നിന്നെ കൂടെ എടുത്ത് വണ്ടി ഓടിക്കാനും മോഹം, അതുകൊണ്ടാ. നമുക്ക് ഒരുമിച്ച് പോവാം. സമ്മതിച്ചോ? ആ, താമസം ഞാൻ പോവും. വർഗീസ് എങ്ങോട്ടാ? അപ്പന് സുഖമില്ല. ഇപ്പൊ പുറത്തൊന്നും ഇറങ്ങാറില്ല. ഡോക്ടർമാർ പലതും പറയുന്നുണ്ട്. വർഗീസിനെ കാണാൻ അപ്പന് ആഗ്രഹം കാണും. എന്തിനാ? എനിക്കെല്ലാം അറിയാം. നേരത്തെ അറിയാമായിരുന്നു. ഇതുവരെ നിന്നോട് അവൈരാഗ്യം തീർക്കായിരുന്നു ഞാൻ. ഇന്ന് ഞാനത് തിരുത്തുന്നു. വർഗീസിനോട് മാത്രമല്ല, എന്റെ ഭാര്യയോടും. വർഗീസ് വീട്ടിലേക്ക് വരണം. മാത്തുക്കുട്ടിയാ? ഇവര് നമ്മളെ പണിക്കാരാ. തനിക്കെന്താണ് ഇവിടെ കാര്യം? കണ്ടിട്ട് മനസ്സിലായില്ല. നമ്മള് ഷോട്ടിങ് നടത്തുക. തന്നെ തന്നോ തോട്ടം ഇറങ്ങി പോയ വഴിയാക്കി. മാത്തുക്കുട്ടി ചൂടാകല്ല. കൊണ്ടുവരാ കടലാസ്. ചാക്കോച്ചൻ മോനാളി ഒപ്പിട്ടതാ ഈ രേഖ. ചാക്കോച്ചൻ തന്നെ അല്ല എന്റെ തന്ത. അല്ലെങ്കിൽ പറ നമ്മൾ പോയേക്കാം. എന്താണ്ടാ ചേരനെ കണ്ടിട്ട് പാമ്പാണ് പരിചരിച്ച് കുന്തമുണി ഞെക്കണത്? പോയി പറയണ. ആരോട് ചോദിച്ചിട്ടാണ് തോട്ടം ഷോട്ടറിങ് കൊടുത്തത്? അപ്പനാ കൊടുത്തത്. നീ കൊടുപ്പിച്ചു. നിന്റെയൊക്കെ തോന്നിയ വാസത്തിന്. അപ്പന്റെ മുതലുകൊണ്ട് ഇയാൾ ഇത്ര നാൾ തോന്നിയ ദിവസം കാണിക്കല്ലായിരുന്നു. ഓഹോ, അപ്പൊ രണ്ടുപേരും കൂടെ ചേർന്നാണല്ലോ എന്റെ നേരെ. ആ അതെ. താൻ ഇനിയും ഞങ്ങളെ പറ്റിച്ച് തനിച്ചങ്ങനെ വെട്ടിത്തിന്നാൻ നോക്കണ്ട. പട്ടികളെ പോയി മര്യാദക്ക് സംസാരിച്ചില്ലേ വായിലെ പല്ലടിച്ചതായിടും.
അന്നേ അന്നേ കൊച്ചമ്മ പള്ളിയിൽ പോയി. അപ്പ എന്നെ അലക്സ് വെടിവെച്ചു. നാളെ കാലത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി കിട്ടു. പോലീസ് ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. അപ്പനെ കാണണമെന്ന് പറയുന്നു. അപ്പ ഞാൻ പറഞ്ഞതുപോലെ പറയണം, ഇല്ലെങ്കിൽ ഈ കുടുംബം നശിക്കും. മാത്തുക്കുട്ടിച്ചായും പോയി. ഇനി അലക്സ് ചേട്ടനെ കൂടി മിസ്റ്റർ ചാക്കോ, ഈ തോക്കിന്റെ ലൈസൻസ് നിങ്ങളുടെ പേരിലല്ലേ? അതെ. എങ്ങനെയാണ് നിങ്ങളുടെ മകൻ വെടിയേറ്റ് മരിച്ചത്? അവൻ തോക്ക് തുറക്കാൻ എടുത്തുകൊണ്ടുപോയി. അബദ്ധത്തിൽ വെടിപൊട്ടി. തോക്ക് ലോഡ് ചെയ്താണോ വെച്ചിരുന്നത്? അതെ. മിസ്റ്റർ ചാക്കോ, മൈ ഹാർട്ട്ഫെൽറ്റ് കണ്ടോളൻസസ്. ഇന്നലെ കണ്ണൂക്കാർ വിളിച്ചേ മോന്റെ കല്യാണക്കാര്യം ഞമ്മള് കൊടുത്ത വാക്കല്ലടാ. വാക്ക് തെറ്റിയാ ബാപ്പ മാറിയുന്ന ഞമ്മക്ക് നടത്താം. അതിപ്പോ സുലൈമാന് സൂക്കട് മാറിയില്ലെന്നല്ലേ ഡോക്ടർമാര്. ഓനവിടെ കിടക്കട്ടടാ. കൊണ്ടോട്ടിയില് 3-ാം കെട്ട് ഞമ്മള് മൊയ്യില്ലേ? ആ കണക്കില് ഞമ്മക്ക് ഇതും കൂടി കൊള്ളിക്കാം. എന്താ നിങ്ങൾ പറഞ്ഞത്? ഉറപ്പ് മാനമുണ്ട് നിങ്ങൾക്ക്? മോനെവിടെ വെട്ടിയിട്ട മരം പോലെ തള്ളിയിട്ടിട്ട് ഓനെ കണ്ടപ്പാടെ നിങ്ങൾക്ക് കെട്ടണല്ലേ? നാട് മൊയ്മനുണ്ടല്ലേ വീട്, എന്നിട്ടും നമുക്ക് പൂതി മാറിയിട്ടില്ലേ? എല്ലാം സഹിച്ച് ഈ പെരേന്റെ അകത്ത് കഴിഞ്ഞോളാം ഞമ്മള്. ഇനി നിങ്ങൾ തോന്നിയസം കാണിച്ചാല് എന്റെ മയ്യത്ത് നിങ്ങളെ കൊണ്ട് ഞാൻ അടുപ്പിക്കും. നെയ്യോ അയ്യത്തായാല് ഞമ്മൾ ഒന്നും കൂടെ കെട്ടും. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ അന്ന് ഞാൻ ചാക്കോച്ചനോട് പറഞ്ഞതാ സ്വത്തുക്കളൊക്കെ വീതിച്ച് മക്കൾക്ക് കൊടുക്കാൻ. കേട്ടില്ല. അതിന്റെ ഫലമല്ലേ ഒരുത്തനെ പള്ളിയിൽ അടക്കേണ്ടി വന്നത്? മാണി, ഭൂതം നിധിയാക്കുന്നവരെ ഈ സ്വത്തുക്കളെല്ലാം ഇത്രയും കാലം കെട്ടിപ്പിടിച്ചു നിന്നില്ലേ? ഇനിയെങ്കിലും ഒരു വ്യവസ്ഥ ചെയ്യ്. എന്റെ മുതൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. താൻ ആരും എന്നെ ഉപദേശിക്കാൻ? തന്റെ ഇളയ മകൻ കെട്ടിയ പെണ്ണിന്റെ അപ്പനാ ഞാൻ. സ്വത്തിന് വേണ്ടി മൂത്തവന് വെടിവെച്ചു വന്ന രണ്ടാമനില്ലേ ഇവിടെ? മാണി, താൻ അനാവശ്യം പറയരുത്. സത്യം ആരും അറിഞ്ഞില്ലെന്ന് കരുതിയോ? ചേട്ടനെ കൊന്നതിന് അനിയനെ കൊല്ലാൻ മടി കാണില്ല.
ഉള്ള സ്വത്ത് മക്കൾക്ക് വീതിച്ചു കൊടുത്താൽ അവർ തമ്മിൽ തല്ലിച്ചാകാതിരിക്കും. അതിന് ചാക്കോച്ചൻ തയ്യാറില്ലെങ്കിൽ പറ, ഞാൻ വേറെ വഴി കണ്ടിട്ടുണ്ട്. നാണി, എനിക്കെന്തിനീ സ്വത്തുക്കൾ വീതം വെച്ച് കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. ആവാം, എങ്കിൽ അത് ഉടനെ ചെയ്യ. ജെയിംസേ, എന്റെ മുഖത്ത് നോക്കി നിന്റെ കെട്ടിയോട് പറഞ്ഞു നീ കേട്ടില്ലേ? സത്യമല്ലേ? എനിക്ക് വേണ്ടിയ മോളിയും ഡാഡി സംസാരിച്ചത്. അപ്പനത് കേട്ടില്ലെങ്കിൽ മാത്തുക്കുട്ടിച്ചായന്റെ ആത്മഹത്യ ഒരു കൊലപാതകമാണ്. കൊലയാളിയും അവന് വേണ്ടി കള്ളസാക്ഷി പറഞ്ഞ ഈ അപ്പനും അതിനുത്തരം പറയേണ്ടി വരും. കൂടെ നിന്ന് നീ എന്നെ ചതിക്കുകയായിരുന്നു. അടങ്ങിയിരുന്നത് എനിക്ക് നന്ന്. സ്വന്തം ജ്യേഷ്ഠനെ വെടിവെച്ച് കൊല്ലുന്നതുകൊണ്ടാ ഏക ദൃക്സാക്ഷിയാണ് ഞാൻ. അപ്പ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ നിനക്ക് ആരുണ്ട് മോളെ? എന്നെ സ്നേഹിക്കുന്നവര്. നീ എന്നെ വേദനിപ്പിക്കുകയാണോ എന്നെ? എന്റെ മാത്തുക്കുട്ടി മരിച്ചതല്ല, കൊന്നതല്ലേ? ഈ അപ്പനാണെങ്കിൽ കൂട്ടുനിന്നല്ലേ? മോളെ, ഒരു മോൻ എനിക്ക് പോയി, മറ്റൊരുത്തിനെ കൂടി കുളമരത്തിലേറ്റാൻ. അതിന് അപ്പന് വേറെ മക്കളുണ്ടല്ലോ. എനിക്കല്ലേ എല്ലാം പോയത്. പകരം ചോദിക്കാനും എനിക്ക് കഴിയില്ലല്ലോ. ഞാനൊരു പെണ്ണല്ലേ. മോനെ, അപ്പന് സ്തുതി കൊടുത്തിട്ട് വരും. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ ഇവനെ കൊണ്ട് പോവാണല്ലേ? അതെ അപ്പച്ച, ഇല്ലെങ്കിൽ ഇവനെ അവര് കൊല്ലും. വാ. അതെന്താ ഇങ്ങോട്ടാ? ഇവിടെ ആരുമില്ല, പണിയാ പറമ്പില്. എന്താ മോന്റെ പേര്? ബിജോയ് എം പുത്തമ്പരക്കൽ. ബിജുമോനെ, ഒന്ന് പാല് കുടിച്ചിട്ട് പോ. മതി. അന്ന ഇങ്ങോട്ട് പോന്നു അറിഞ്ഞു. എനിക്കിനി അവിടെ ആരുമില്ലല്ലോ. മാത്തുക്കുട്ടിക്ക് എന്നോടുള്ള പിണക്കമെല്ലാം തീർന്നിരുന്നു. അന്ന് തോട്ടത്തിലേക്ക് പോകുമ്പോ എന്നോട് സ്നേഹമായിട്ട് സംസാരിച്ചിട്ടാ പിരിഞ്ഞത്. പഴയ തെറ്റുകളൊക്കെ തീർക്കുകയായിരുന്നു അദ്ദേഹം. പെട്ടെന്നാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്. എന്റെ കണ്ണീരും പ്രാർത്ഥനയും ദൈവം കേട്ടെന്ന് കരുതി. എന്തെന്നെ വേദനിപ്പിച്ചതിനെല്ലാം എന്നോട് മാപ്പ് പറഞ്ഞു. പിന്നെ എന്നെ ശ്രദ്ധിക്കാനും സ്നേഹിക്കാനും മാത്രമേ മാത്തുക്കുട്ടിക്ക് നേരെ ഉണ്ടായിരുന്നുള്ളൂ. 8 കൊല്ലം കൂടെ പുറത്തിട്ടും അവസാനം എനിക്ക് കിട്ടിയ കുറച്ച് ദിവസങ്ങൾ ജീവിതം മുഴുവൻ അനുഭവിക്കാൻ ചാക്കോച്ചൻ വിചാരിക്കുന്ന പോലെ അത്ര വലിയൊരു ഓപ്പറേഷൻ അല്ലത്. എന്തിനാ ഡോക്ടറെ വെറുതെ കീറി മുറിക്കുന്നത്? എന്റെ രോഗം എന്താണെന്ന് എനിക്കറിയാം. ക്യാൻസർ അല്ലേ? ആശുപത്രിയിൽ കിടന്ന് മരിക്കാൻ എനിക്കിഷ്ടമല്ല. ചാക്കോച്ച, അത് മക്കൾക്ക് ചികിത്സിക്കണമെന്ന് നിർബന്ധമുണ്ടാവില്ലേ? അവർ മെഡിക്കൽ കോളേജിൽ എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചിരിക്കാം. അവർക്ക് ധൃതിയായി അല്ലേ? ശരി, ഞാൻ പോവാം. അപ്പോൾ നാളെ കാലത്ത് പുറപ്പെടാം. അപ്പ, വക്കീൽ നമ്പീർ വന്നിരിക്കുന്നു. ഭാഗവത്രത്തിന്റെ കോപ്പിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഓഹോ, എല്ലാം ഭാഗം വെച്ച് കഴിഞ്ഞല്ലേ? പിന്നെ വൈകിട്ട് രജിസ്ട്രാർ ഇങ്ങോട്ട് വരികയാണ്. അപ്പനൊന്ന് വായിച്ചു നോക്കണ്ടേ?
വക്കീലിനെ ഇങ്ങോട്ട് വിളിക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ഈ പട്ടികയിൽ വിവരിച്ച കോഫി എസ്റ്റേറ്റും ബംഗ്ലാവും അടക്കം എന്റെ മൂന്നാമത്തെ പുത്രൻ ജെയിംസിന് അവകാശപ്പെട്ടതും മാനന്തവാടി പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു. ആ, മനസ്സിലായി. ചാക്കോച്ചൻ ഇരിക്കൂ. ആ കാറൊക്കെ അപ്പനിപ്പോ എങ്ങോട്ടാ? നാളെ നിങ്ങൾ എന്നെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകല്ലേ? അതിനു മുമ്പ് എനിക്കൊന്ന് കുമ്പസാരിക്കുന്നു. കാറയച്ച് അച്ഛനെ ഇങ്ങോട്ട് വരുത്താം. ദൈവത്തിന് ഇങ്ങോട്ട് വരുത്താൻ ഒക്കില്ലല്ലോ. കുമ്പസാരിക്കാനാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിവിടെ വെച്ച് തന്നെ വേണമെന്ന് എനിക്ക് തോന്നി. പുത്തൻപുറക്കിലെ ചാക്കോയ്ക്ക് ചാക്കോച്ചൻ മുതലാളിയാകാൻ പലരെയും ദ്രോഹിക്കേണ്ടി വന്നിട്ടുണ്ട്. മറിയേ, നിന്റെ കുടുംബത്തോടാണ് ഞാൻ ഏറ്റവും വലിയ ചതി കാണിച്ചത്. എന്നെ വിശ്വസിച്ച വൈലിയെ ഞാൻ ചതിച്ചു. ഒത്തിരി സമ്പാദിച്ചു കൂട്ടി പണം. അപ്പോ നശിച്ചത് എന്റെ മനസ്സമാധാനമായിരുന്നു. ഈ മണ്ണിൽ പണിയെടുത്ത് ജീവിക്കുന്ന നിങ്ങൾക്കുള്ള സുഖവും സന്തോഷവും എനിക്ക് കിട്ടിയില്ല. വില കൊടുത്താൽ കിട്ടാത്ത സ്നേഹം, വിശ്വാസം, കുടുംബ ബന്ധം. അന്നേ, നീയും ആ വീട്ടിൽ കിടന്ന് കുറെ വേദനിച്ചിട്ടുണ്ട്. ഒടുവിൽ നിനക്കൊരു സുഖം കിട്ടിയെന്ന് ഞാൻ കരുതി. അതിനെന്റെ മുൻ മാത്തുക്കുട്ടി, നിനക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു തരാൻ എനിക്ക് കഴിയില്ല മോളെ. എന്നാലും ഈ അപ്പന്റെ കടമ ഞാൻ ചെയ്യും. മോളെ, നീ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. മോനിവിടെ സുഖമല്ലേടാ? സുഖ. വല്യപ്പച്ചന്റെ സുഖേട് മാറിയോ? മാറി. മോൻ മിടുക്കനായിട്ട് പഠിക്കണം കേട്ടോ. അമ്മയോട് സ്നേഹമായിട്ടിരിക്കണം. ആ, ഞാൻ നാളെ ആശുപത്രിയിലോട്ട് പോവാ. ഒരു ഓപ്പറേഷൻ. എന്തിനാപ്പ? ഓ, സാരമില്ല. വരട്ടെ. സ്വസ്ഥതയോടെ നീ ജീവിക്കില്ല. ഇതിന്റെ കൂലി നിനക്ക് ദൈവം തരും. കണ്ടോ, ഞാനില്ലെങ്കിൽ എന്റെ മക്കളുടെ മുന്നിൽ ഈ സ്വത്തും മുതലും നിന്റെ ജീവൻ പോലും കടപ്പെടും. എടാ ജെയിംസേ, നീ എന്നെ തോപ്പിച്ചിട്ട് അപ്പനെന്നെല്ലാം പിടിഞ്ഞെടുക്കാൻ നോക്കി. എന്നാൽ അപ്പൻ നമ്മളെ രണ്ടുപേരും തോപ്പിച്ചു. അപ്പൻ ഇന്നലെ രജിസ്റ്റർ ഓഫീസിൽ പോയി ഭാവപത്രം രജിസ്റ്റർ ചെയ്തു. ഈ ബംഗ്ലാവും തോട്ടമല്ല ആ ചെറുക്കനാ. ഏത് ചെറുക്കന്? ബിജുമോന്. നമുക്ക് രണ്ടുപേർക്കും പറഞ്ഞ് നക്കാപ്പിച്ചയും സന്തോഷമായല്ലോ. മാത്തുക്കുട്ടി ഒരു തൊമ്മാടിയായിരുന്നെങ്കിലും ഈ അപ്പനോട് ഒരു സ്നേഹമായിരുന്നു. ഈ കയ്യിൽ കിടന്നാണ് അവൻ മരിച്ചത്. അവന്റെ കുഞ്ഞ് അനാഥനാവാൻ ഞാൻ സമ്മതിക്കില്ല. വർഗീസേ, ഇതെന്റെ വിൽപത്രമാണ്. ഇത് നീ സൂക്ഷിക്കണം. ഞാനെന്തിനു സൂക്ഷിക്കണം? നീ എന്റെ മോനാടാ. അതുകൊണ്ട് ഇത്രയും കാലം അത് തുറന്നു പോയാൽ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. എന്റെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന്റെ അന്തസ്സോർത്ത്. ഇപ്പൊ എനിക്ക് ബോധ്യമായി, നിന്റെ അന്തസ്സില്ലടാ എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും. ഇവരറിയോ നിങ്ങള്? നമ്മൾ ജയിലിൽ ഇറക്കി കൊണ്ടല്ല. ഇപ്പൊ എന്റെ ആളുകളാ. ഞാൻ മരിക്കാൻ പറഞ്ഞാൽ മരിക്കും, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും. നിങ്ങൾ ഇവരെ കൂട്ടിക്കൊള്ളി.
മോനെ. എവിടേക്ക് ചിറ്റപ്പ? മോനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? നീ ആര് ചോദിക്കാൻ? സംസാരിച്ചു കഴിഞ്ഞോ? അപ്പൊ ഞങ്ങളെ തോപ്പിച്ചെന്നായിരിക്കും പാവം. എന്നാൽ ഒന്ന് പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് എനിക്കും ജെയിംസിനും കിട്ടാൻ ന്യായമായ വിഹിതം കിട്ടിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ? ഞാൻ ഉണ്ടാക്കിയ മുതൽ എനിക്ക് ഇഷ്ടമുള്ളവർ കൊടുക്കും. കൊടുത്തല്ലോ, അത് ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് കരുതണ്ട. 24 മണിക്കൂറിനകം അത് ഞങ്ങൾക്ക് തിരിച്ചെഴുതി തന്നില്ലെങ്കിൽ ഈ മുതൽ അനുഭവിക്കാൻ ആ ചെറുക്കനുണ്ടാവില്ല. ഓടാറിയ വെളിയില്. അതിനു മുമ്പ് അപ്പൻ ഒന്നുകൂടി കേട്ടു. ബിജുമോൻ ഇപ്പൊ ഞങ്ങളുടെ കയ്യിലാണ്. ഇനി അപ്പനെ ആലോചിക്കും. എടാ അലക്സേ, എന്റെ മോനെവിടെ? എന്റെ ബുദ്ധിമോനെവിടെ? എന്റെ മോനെ അവരെന്ത് ചെയ്തു? നിങ്ങളുടെ സ്വത്തം മുതൽ മോഹിച്ച് അവന്റെ അപ്പനെ അവർ കൊന്നു. എന്നിട്ടും പോരെ, ഇനി എന്റെ മോനെ കൂടി അവർക്ക് കൊല്ലാൻ കൊടുക്കണോ? അല്ലേ, എനിക്ക് നിങ്ങളുടെ സ്വത്തം മുതൽ ഒന്നും വേണ്ട. എനിക്ക് എന്റെ മോനെ തരൂ, എന്റെ മോനെ തരൂ, എനിക്ക് എന്റെ മോനെ തരൂ. ബിജുമോനെ കൊണ്ടേ ഞാൻ വരൂ. വർഗീസേട്ടാ, എന്റെ മോനെ അവര് കൊണ്ടുപോയി. എവിടെ? എനിക്കറിയില്ല. എന്റെ കുഞ്ഞിനെ രക്ഷയ്ക്ക് വർഗീസേട്ടാ. ഇന്നൊരൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. ഇപ്പോ എന്റെ കുഞ്ഞിനെ രക്ഷയ്ക്ക് വർഗീസേട്ടാ. ചാക്കോച്ച, അന്റെ കിണ്ടി കിടുങ്ങിയിട്ട് ഈ അറിഞ്ഞിട്ടില്ല. അനക്കെന്തിന്റെ കേടാ? പിരാന്താ? നോക്ക്, ഈ മര്യാദയ്ക്ക് ഒപ്പിട്ട് കൊടുത്തോളാം. ഇല്ലെങ്കിൽ എന്റെ മക്കളെ അല്ലേ എന്റെ മയ്യത്ത് വിട്ടെടുക്കും. എന്ത് പറയാണ്?
എന്താണ് കാണിക്കണത്? നമ്മളോട് കുത്തി പിടിച്ച എടാ കള പന്നി ഇന്ന് കായ്ക്കുമ്പോ നമ്മൾ കാണിക്കുന്ന തീ കൊളുത്തിയ എടാ ചാക്കി വെള്ളം കോരി വയ്ക്കടാ തല്ലിക്കെടുത്ത് എടാ ചാക്കി എടാ കള പന്നി ഓടി വരണ്ടാ എടാ തീ പിടിച്ചിട്ടില്ലേ വേടാ ബിജുമോനോടെ മോനെ അല്ലേ ഇവൻ എന്റെ മോനാണ്.